ഗുഡ് മോർണിംഗ്. എൻ്റെ കയ്യിൽ നിങ്ങൾ എല്ലാവരും ഒരു ബോക്സ് കാണുന്നുണ്ട് അല്ലേ? ഇതിൽ എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയുണ്ടോ നിങ്ങൾക്ക്? ഇതിൽ രണ്ട് വ്യത്യസ്ത നിറത്തിലുള്ള മുത്തുകളാണുള്ളത്. വെള്ളമുത്തുകളുമുണ്ട്, പച്ചമുത്തുകളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ഞാൻ കണ്ണടച്ച് ഇതിൽ നിന്നൊരു മുത്ത് എടുക്കുകയാണെങ്കിൽ അത് വെള്ളമുത്താവാനുള്ള സാധ്യത എത്രയായിരിക്കും? നിങ്ങൾക്ക് ഊഹിച്ച് പറയാൻ പറ്റുന്നുണ്ടോ പെട്ടെന്ന്? ഇല്ല അല്ലേ? എന്തുകൊണ്ടാണ്? ഞാൻ നിങ്ങൾക്ക് ഇതിൽ എത്ര വെള്ളമുത്തുണ്ടെന്നും എത്ര പച്ചമുത്തുണ്ടെന്നും ഒരു കറക്റ്റ് ആയിട്ടുള്ള എണ്ണം പറഞ്ഞു തന്നില്ല അല്ലേ? അപ്പോൾ എണ്ണം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധ്യത കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതിൽ ടോട്ടൽ 10 മുത്തുകളുണ്ട്. അതിൽ 5 വെള്ളമുത്തുകളുണ്ട്, 5 പച്ചമുത്തുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വെള്ളമുത്ത് എടുക്കാനുള്ള സാധ്യത എത്രയായിരിക്കും? പച്ചമുത്താണെങ്കിലോ? ഇതെങ്ങനെ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഒരു ഇക്വേഷൻ പഠിക്കണം. എന്താണ് പ്രോബബിലിറ്റി? പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. ഞാൻ നിങ്ങളോട് എന്താ ചോദിച്ചത്? ഇതിൽ നിന്നും ഒരു വെള്ളമുത്ത് എടുക്കാനുള്ള സാധ്യത എത്രയായിരിക്കും? അങ്ങനെയാകുമ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് എടുക്കാം. എത്രയാണ് എഴുതുക? 5 അല്ലേ? നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസോ ടോട്ടൽ 10 മുത്തുകളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു വെള്ളമുത്ത് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ്? 5/10. ഇനി ഞാൻ മറ്റൊരു ചോദ്യം കൂടി നിങ്ങളോട് ചോദിക്കാം. ഇതിലിപ്പോ ടോട്ടൽ 10 വെള്ളമുത്തുകളാണ് ഉള്ളത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്നൊരു മുത്തെടുത്താൽ അത് വെള്ളയാകാനുള്ള സാധ്യത എത്രയായിരിക്കും? ഇത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ 10 വെള്ളമുത്തുകളാണ് ഉള്ളത് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസും 10 ആയിരിക്കും, നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസും 10 ആയിരിക്കും. അപ്പോൾ ഫുൾ വെള്ളമുത്തായി ഈ ബോക്സിൽ നിന്ന് ഒരു വെള്ളമുത്ത് എടുക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 10/10, അതായത് 1. ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ക്രോഡീകരിക്കാം? ഒരു ശരിയായ കാര്യം നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1 ആണെന്ന് പറയാം അല്ലേ? അതായത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യം നടക്കാനുള്ള അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 1. അങ്ങനെയാണെങ്കിൽ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം നടക്കാനുള്ള സാധ്യത എത്രയായിരിക്കും? അതെ, പെട്ടെന്ന് നമുക്ക് പറയാം 0 എന്ന്. അത് മാത്തമാറ്റിക്കലി എങ്ങനെ പറയാം? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഫുൾ വെള്ളമുത്തുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കറുത്ത മുത്തെടുക്കാനുള്ള സാധ്യത എത്രയായിരിക്കും? അത് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസിനിടയ്ക്ക് എന്താണ് എഴുതുക? 0. അതായത് ഇതിലൊറ്റ കറുത്ത മുത്തുകളില്ല. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ആയിരിക്കും. അപ്പോൾ ഒരു കറുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത എത്രയായിരിക്കും? 0/10, അതായത് 0. അപ്പോൾ ഒരു ഇമ്പോസിബിൾ ആയ ഒരു കാര്യം നടക്കാനുള്ളതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയാം. എന്ത്? 0 മുതൽ 1 വരെയാണ് ഈ പ്രോബബിലിറ്റി വാരി ചെയ്യുന്നത്. എന്ത്? 0 മുതൽ 1 വരെയാണ് ഈ പ്രോബബിലിറ്റി വാരി ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും കോയിൻസ് കണ്ടിട്ടില്ലേ? ഇവിടെ നമുക്ക് ഒരു 10 രൂപയുടെ ഒരു കോയിൻ കാണുന്നുണ്ടല്ലേ? ഇതിന്റെ ഹെഡ് ഏതാണ്? ടെയിൽ ഏതാണ്? അതെ, ഈ 10 എഴുതിയ ഭാഗമാണ് ഹെഡ് വരുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ അശോക സ്തംഭമുള്ള ഭാഗത്തിനാണ് നമ്മൾ ടെയിൽ എന്ന് പറയുന്നത്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അതിന്റെ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത്? ഹെഡും കിട്ടാം, ടെയിലും കിട്ടാം. അപ്പോൾ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എത്രയാണ്? 2. അപ്പോൾ ഒരു കോയിൻ ഒരു തവണ ടോസ് ചെയ്യുമ്പോൾ ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെ പറയും? അതെ, 1/2. അങ്ങനെയാണെങ്കിൽ ടെയില് കിട്ടാനോ? അതും 1/2 അല്ലേ? അപ്പോൾ ഇതിന്റെ ടോട്ടൽ പ്രോബബിലിറ്റി എത്രയാണ്? ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും ടെയില് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും കൂടി ആഡ് ചെയ്യുമ്പോൾ 1/2 കൂട്ടണം 1/2. അപ്പോൾ എത്ര കിട്ടും നമുക്ക് ടോട്ടൽ? 1 കിട്ടും അല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് 2 ക്വസ്റ്റ്യനും കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് സ്വന്തമായി ചെയ്ത് നോക്കുക.